നല്ല കുഞ്ഞു കുഞ്ഞു മലകള് വീട്ടില എന്തൊരു വ്യൂ ആണ് നോക്ക്. ഹൊയ് 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 ഹൊയ്. ഗൈസ്, അപ്പോൾ ഹാലോം ബേയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഒരു പിറ്റ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ് നമുക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഫുൾ തണുപ്പെന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പ്. ആൻഡ് അതിൻ്റെ കൂടെ ചെറിയ മഴ പൊടിയുന്നുമുണ്ട്. ഇവിടെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു ടൂറിസ്റ്റ് ബസ് പോലെയാണ്. അപ്പം കുറച്ച് ആൾക്കാർ പല എത്നിസിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടി റെസ്റ്റ് റൂമിലേക്ക് നിർത്തി. ഇനിയിപ്പം 2.5 hours ഉണ്ട് ഡ്രൈവ്. ഹാലോം ബേയിലേക്കുള്ള പോക്കിലാണ്. So ladies and gentlemen, everyone, so can I have your attention please? So right now I'm gonna introduce you Lisa. She is the local tour guide here. She's gonna tell you the process of making the culture. Not 40 minutes. ഒരു 2.5 മണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഓയിസ്റ്റർ, അതായത് പേള് ഉണ്ടാക്കുന്നൊരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫിംഗ് ഇപ്പം തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അവരെന്താ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. അവരൊരു ദിസ് ഈസ് എ പേൾ ഫാക്ടറി. സോ ദേ വിൽ ബി ഗൈഡിങ് us. And before going to the bay, that we have to stop over here for seeing the pearl factory. This is one of the best pearl factory in Vietnam. അപ്പോൾ ഈ സൈഡിൽ ഭയങ്കര വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ. നിങ്ങൾ യെസ്, ഞാനൊന്ന് സൂം ചെയ്യാം. അടിപൊളിയാണ്. നല്ല മലയൊക്കെ ആയിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ ഗ്ലിപ്സാണ്. എനിക്ക് തോന്നുന്നു ആ സൈഡിലായിരിക്കണം ഹാലോം ബേ. ഇത് ഓൺ ദ വേ ആണ്. ഇപ്പം നിലവിൽ നമ്മൾ ഓയിസ്റ്ററൊക്കെ ഉള്ളൊരു ഫാക്ടറിയിൽ വന്നിരിക്കുക. അവരാ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നല്ല തിരക്കാണ് ഇവിടെ. Thank you so much for your being here. My name is Wendy. Let me introduce to you three types of oyster in Halong Bay. Yes. They give seawater pearl 3 main colors. This is the first one. It's named Akoya. The color of the pearl depend on the nacre. So with main nacre in white, they give the white pearl. This is the classic color in the world. The second one is named South Sea or Maxima. South Sea. You see it come golden leaf, they give golden pearl. The golden is the red, it's in the world. You just see in Philippines, Australia and in Halong Bay, the golden color for the biggest size. It's the red, it's in the world, so most expensive golden color. And this is the last one, also the most special in Halong Bay. It's named Taishan, or you call black one. You see it look like rainbow color, so they give black pearl with many different luster, like green, silvery, blue, purple, and the most special color in Halong Bay is the peacock color. You know peacock? Yeah. It's like bird. Okay, so now follow me. I'll show you the technique over there. ഇപ്പം 3 ടൈപ്പ് ഓയിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നിലവിൽ അവരുടെ പ്രൊസീജിയേഴ്സും പിന്നെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗും ആണ് മെയിൻലി ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷെ ആ പ്രോസസ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൊസീജിയേഴ്സ് അവർ വളരെ നല്ല വിത്ത് ക്ലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അതാണ് അഡ്വാൻറ്റേജ്. 3-4 വർഷമാണ് ഒരു പേൾ ഉണ്ടാവാൻ വേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പ്രൊസീജിയർ മനസ്സിലായില്ല. പക്ഷെ സംഗതി കണ്ടിട്ട് ഇത്തിരി ബ്രൂട്ടലാണ് വരുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും വരും, ഒന്ന് കയറും, എത്രയും പെട്ടെന്ന് എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട്. ഇംഗ്ലീഷേ വരുള്ളൂ ഇപ്പം. ഇത് കഫറ്റീരിയ ഏരിയ ആണ്. അവിടെ കുറേ പടങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അതിൻ്റെ ഇടയിൽ വാഷ്റൂം ഒന്ന് കണ്ടുപിടിക്കണം. കുറേ നേരമായിട്ട് ബസ്സിൽ ഇരുന്നത് കൊണ്ട്
അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹാലോം ബേയിലേക്ക് വരുന്നവരെ എല്ലാം ഇതിനകത്തേക്ക് കയറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. കമ്പനിയായിട്ട് പല ഏജൻസികൾക്കും ടൈപ്പ് ഉണ്ടാവുമല്ലോ. നമ്മൾ കുലാലംപൂർ പോകുമ്പോൾ സിൽവർ ഫാക്ടറി, ബാലിയിൽ പോകുമ്പം മറ്റേ കോപ്പി ലുവാക്കിൻ്റെ കോഫി, അങ്ങനെയൊക്കെ പല പല പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാ സൈഡിലും ഉണ്ടാകും. മൊത്തത്തിൽ കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ടൂറിസം ബേസ്ഡ് ചെയ്തിട്ടുള്ള ഏജൻസികളെല്ലാം തന്നെ ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഫാക്ടറിയുടെ ഈ സൈഡ്. ശരിക്കും അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ടാണ് ഇവിടെ പാർക്കിങ്ങിലേക്ക് വരുന്നത്. നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ എക്സിറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ് കുറേ ബോട്ടുകളുണ്ട്. നമ്മൾ നോക്കിയും കണ്ട് നമ്മുടെ ഏജൻറ്റിൻ്റെ കൂടെ തന്നെ പോകാവുള്ളൂ. അതിവിടെ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹാലോങ് ബേയിലെത്തി. ഇവിടെ ഫെറി സർവീസിലേക്ക് പോവുകയാണിപ്പം. ഇങ്ങനെ പല ഏജൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ഏജൻസിൻ്റെ കൂടെ പോകാവുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷനാവും, പ്രശ്നമാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നവർ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ മാത്രമേ നമ്മൾ പോകാവുള്ളൂ. അങ്ങനെ കുറേ പോകണം തോന്നുന്നു. നമ്മളിങ്ങനെ പോകണം. ഇവിടെ കുറേ മാളും ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ക്രൂയിസ് ടെർമിനലാണ്. ഡിപ്പാർച്ചർ, ട്രാവൽ ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞതാണ്. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. വൈബാണ്. കുറേ കാണാം ഇങ്ങനെ ക്രൂസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ വലുതല്ല, ചെറിയ ക്രൂസ് ഷിപ്പുകൾ എന്നാണ് അവർ പറയുന്നത്. ടെർമിനലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കറക്റ്റ് ഗൈഡിൻ്റെ കൂടെ പോയി അവിടെ എത്തണം, നടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വേണ്ട വ്യൂ നല്ല തിരക്കുണ്ട്. കറക്റ്റ് ഷിപ്പല്ലല്ലോ, കറക്റ്റ് ബോട്ടിൽ കയറിയാൽ എനിക്ക് കൊള്ളാം. അച്ഛൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അച്ഛനെ വെച്ച് പിടിക്കാം. നമ്മളിപ്പോൾ സിംഗിൾ ഡേ ടൂറാണ് എടുത്തേക്കുന്നത്. ചിലരിവിടെ ക്രൂസ് ഷിപ്പ് തന്നെ 2-3 ദിവസമൊക്കെ എടുക്കുന്നവരും ഉണ്ട്. അതിനുള്ളതുണ്ടോ എന്നുള്ളത് നമുക്ക് പോയാലേ അറിയാൻ പറ്റും. നമ്മുടെ ഗൈഡ് One by one. Thank you. യെസ്, അപ്പോൾ പാസ് കിട്ടി. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഏത് ബോട്ടാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. നമ്മുടെ ഗൈഡ് കയറിയിട്ടില്ല. ഗൈഡ് കയറിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ കൂടെ വന്നവരിവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബോട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാര്യം ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒരുപാട് ബോട്ടുകളുണ്ട്, ഒരുപാട് ആളുകളും ഒരുപാട് ടൂറിസ്റ്റും വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഏജൻറ്റിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് പോവുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ മിസ്ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ വലിയ കുറേ പേർക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമ്മളത് നോക്കുക. യെസ്, അപ്പം മൂവ് ചെയ്ത് തുടങ്ങി. ചലോ ഹാലോം ബേ ക്രൂയിസ്. നമ്മുടെ ചേട്ടൻ അവിടെ പോകുന്നുണ്ട്. അതുകൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഏജന്റ് പോകുന്നത്. പുള്ളി ആള് കൊള്ളാം. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വിയറ്റ്നാമിനെ പറ്റിയും പറഞ്ഞു, ഹാലോം ബേയെ പറ്റി പറഞ്ഞു. പിന്നെ ഓരോ ബോട്ടിലും 40-46 പേരൊക്കെ കയറുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ 32 പേരേ ഉള്ളൂ. അപ്പം അത്യാവശ്യം സ്പേസ് ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നൗക എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ. താഴെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, മേളിൽ ഡെക്ക്. ബാക്കി എന്തെന്ന് നമുക്ക് കയറി നോക്കുമ്പോൾ അറിയാം. യെസ്, കയറാൻ ടൈമായി. ഹായ്. യെസ്, അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇത് കിടിലാണല്ലോ, അത് അടിപൊളി. ഡൈനിങ് ഏരിയ. യെസ് ഗൈസ്, അപ്പം നമ്മുടെ ബോട്ടിൽ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ ഫാമിലിക്കുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ ക്രൂയിസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് പിറ്റ് സ്റ്റോപ്പുകളിൽ അവർ ഐലൻഡിൽ ഇറക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ സംഗതി എന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഹാലോങ് ബേ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയയാണ്. അപ്പം ചിലർ മൾട്ടിപ്പിൾ ഡേ ക്രൂയിസും പോകാറുണ്ട്, ചിലർ സിംഗിൾ ഡേ ടൂറും. അപ്പോൾ സിംഗിൾ ഡേ ടൂറും ആമ്പിൾ എമൗണ്ട് ആണെന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ഹാലോങ് ബേയുടെ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ സിംഗിൾ ഡേ പോകുന്നതാണ്. കാര്യം 2 or 3 days പോകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ടൈം ബോട്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പം ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് ഗൈഡ് പറയുന്നത്. എന്തായാലും ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പം പതുക്കെ പതുക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്കൊരു അടിപൊളി വിയറ്റ്നാമീസ് ലഞ്ച് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെക്കിലൊന്ന് വന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നല്ല കുഞ്ഞു കുഞ്ഞു മലകൾ, അതിൻ്റെ ഇടയിൽ കൂടെ ബോട്ട്. എന്തൊരു വ്യൂ ആണ് നോക്കി. ഇത് ഒരു മിസ് ചെയ്യാൻ പറ്റാത്ത സ്പോട്ടാണ് ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ പറയാം. ഹാലോങ് ബേ. വിയറ്റ്നാമിൽ വരുന്നവർ എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്ത് വരിക. സ്പെൻഡ് സം ടൈം ഹിയർ, യു വിൽ റിയലി എൻജോയ്. ഇതിപ്പോൾ നല്ല ഉച്ച ടൈമായിട്ട് നല്ല കാറ്റ്, തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. എന്താ ഭംഗിയോ അത്. കലകം വ്യൂവാ. കാറ്റടിച്ചെൻ്റെ മുടി മുഴുവൻ പറന്നു. വല്ലാണ്ട്. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട്. ഫുഡും കൊള്ളാം. ആൻഡ് ഡെക്കിൽ നിന്നുള്ള വ്യൂ. നമുക്ക് പിന്നെ വിൻ്റർ ടൈം ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ട്. അപ്പം കംഫർട്ടബിളാണ്. ഇനിയിപ്പം ഏതൊക്കെയോ കേവിൻ്റെ സൈഡിൽ പോകുന്നുണ്ട്, പിന്നെ കയാക്കിംഗ് ഏരിയയിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും 5 hours ട്രിപ്പാണ്. വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതെല്ലാം ഇങ്ങനെ ഈ ഏരിയ ഫുള്ള് ചെറിയ ചെറിയ മലകളിങ്ങനെ നിൽക്കുന്ന പോലെ. ഐലൻഡ്സ് ആണെന്ന് തോന്നുന്നു, ചിലത് ഐലൻഡ്സ് ആണെന്ന് തോന്നുന്നു, ചിലതിങ്ങനെ ജസ്റ്റ് മലകൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും സ്കൈ ക്ലിയർ ആണ്. ഇടയ്ക്ക് നല്ല കോടയായിരുന്നു, അപ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും സമാധാനമായി. നല്ല ക്ലിയർ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. ഹാലോങ് ബേ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ബോറടിക്കും, ഒരു സംശയം വേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോട്ടിങ് ബോറടിക്കും. അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വിഷ്വൽസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇവിടെയാണ് കയാക്കിങ്ങും വാട്ടർ സ്പോർട്സൊക്കെ ഉള്ളത്. പിന്നെ ഒരു കേവ് റൈഡും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതവിടെ കണ്ടോ, ആ കേവിൻ്റെ അകത്തേക്ക് ആളുകൾ പോയി വരുന്നുണ്ട്. നമുക്ക് ആ ട്രിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇതാണോ ബാംബു ബോട്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളെന്തായാലും ബാംബു ബോട്ടിനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വഴി അറിയാം വിത്തിൻ മിനിറ്റ്സ്. കൊള്ളാം കേട്ടോ. എന്താ അതിൻ്റെ വലിപ്പം നോക്ക്. ഫുൾ നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. എല്ലാവരും ബാംബു ബോട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ചിലർ കയാക്കിംഗ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ കയാക്കിംഗ് ഒന്നും ആരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ കണ്ട എത്ര പേരെ വെയിറ്റ് ചെയ്യുന്നത് നോക്കുക ഓരോ സംഗതിയിൽ കയറാൻ. ഹാലോങ് ബേയിലെ ഫസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
നമ്മളിപ്പോൾ ഇവിടെയാണ് ബാംബു ബോട്ടിൽ കയറാൻ വെയിറ്റ് ചെയ്യേണ്ടത്. ആ കേവിൻ്റെ അകത്തൂടെയൊക്കെ പോകുന്നതാണ് തോന്നുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വൻ ബഹളമാണ്. നമ്മൾ ചെന്ന് ആദ്യം ജാക്കറ്റ് മേടിക്കണം. എല്ലാവരും ഇവിടെ നിന്ന് തൂക്കിയിട്ട് ജാക്കറ്റ് എടുക്കും. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഏത് ബോട്ടാണെന്ന് വെച്ചാൽ കയറി കേവിൻ്റെ അടിയിലേക്ക് പോവുക. അതിന് കൊള്ളാം. ഭയങ്കര ക്രൗഡഡാണ്, പക്ഷെ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് കിട്ടാൻ ഒരു യുദ്ധം തന്നെ വേണ്ടി വന്നു. ഇതിപ്പോ ബോട്ട് സ്റ്റാർട്ടായി. ഇത് ഫ്രണ്ടിലിരിക്കണ എന്തായാലും നോക്കാം. നമുക്ക് ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് വാവ്. ഇങ്ങനെ നമ്മൾ എത്ര ദൂരം പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കേവിൻ്റെ അടിയിൽ കൂടെ പോകും. ആഹാ, അടിപൊളി. അതാണ് കയാക്കിംഗ് സ്പോട്ട്. കയാക്കിംഗ് ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് കയാക്കിംഗ് ചെയ്യാം. കയാക്കിംഗ് ചെയ്യാൻ കയാക്കിംഗ് ചെയ്യുന്നു. അവർ കയാക്കിംഗ് ചെയ്യുന്നു, നമ്മൾ ബോട്ടിൽ പോകുന്നു, ഫ്രണ്ടിൽ ബോട്ടിൽ പോകുന്നു. ഇതാ കേവിൻ്റെ അകത്തൂടെ ആയിട്ടോ. ഈശ്വര, ഇത് തണുപ്പ് കൂടി കേവിൻ്റെ അടിയിലായപ്പോഴത്തേക്ക്. ഓ ഓ ഓ ഓ അവരെ ഇടിച്ചു. കയാക്കിംഗ് കറക്റ്റ് ഇതായിട്ട് പോയില്ലെങ്കിൽ ദശ മാറിപ്പോവും. അവരെല്ലായിടത്തും ഇടിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ടി വന്നു. കയാക്കിംഗ്. ഓ, ബോട്ട് ലോക്കായി. ഇനി അവർ മാറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വാവ്. കേവിൻ്റെ അടിയിൽ, നമ്മൾ നേരത്തെ കണ്ട കേവിൻ്റെ അടിയിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് അറിയാം. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ, അല്ലാതെ നടക്കത്തില്ല. ആ തണുപ്പ് ഫീൽ ചെയ്യണം ഇതിൻ്റെ ഇടയിലുള്ള. വീട്ടില എന്തൊരു വ്യൂ ആണ് നോക്ക്. കേവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ വ്യൂ നോക്ക്. വാവ്, അസാധ്യ വ്യൂ. ഇവിടെ ദൂരെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവര് പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്. എന്ത് ഹാപ്പിയാ നോക്ക്, പാട്ടൊക്കെ പാടി പോകും.
അപ്പോൾ തിരിച്ച് നമ്മുടെ ബേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവിടെ വരുന്നവരെന്തായാലും ഇത് എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കും. വരുന്നവരെന്തായാലും ഇത് ട്രൈ ചെയ്യുക. കയാക്കിങ് ഇഷ്ടമുള്ളവർ കയാക്കിങ് ചെയ്യുക, അല്ലെങ്കിൽ ബാംബൂ ബോട്ടാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം.